മഹാരാഷ്ട്രയിൽ ഒരു സുപ്രധാന ട്വിസ്റ്റാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മന്ത്രിസഭയിൽ ചേരില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്ന ഷിൻഡെ വിഭാഗം ഷിൻഡെ പിന്തുണ പിൻവലിക്കും, ഇല്ലെങ്കിൽ പിന്തുണ നൽകില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനും ഒപ്പം തന്നെ അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡെയെയും ടാഗ് ചെയ്തുകൊണ്ട് BJPയുടെ മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയുടെ ഒരു പോസ്റ്റ് എത്തുന്നു. ആ പോസ്റ്റിൽ പറയുന്നു, ഡിസംബർ 5 ആസാദ് മൈതാനത്ത് സത്യപ്രതിജ്ഞ നടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്വീറ്റായിരുന്നു. തൊട്ടു പിന്നാലെ അജിത് പവാറിൻ്റെ ഒരു പ്രഖ്യാപനം, BJP തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന്, അതിൽ തങ്ങളും ഉണ്ടാകും എന്നുകൂടി പറഞ്ഞപ്പോൾ അപകടം മണത്തത് ശിവസേന ഷിൻഡെ വിഭാഗത്തിനായിരുന്നു. പിന്നീട് കേൾക്കുന്ന വാർത്ത ഷിൻഡെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നും പകരം ശിവസേനയുടെ മറ്റേതെങ്കിലും നേതാക്കൾ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ്. ഏതായാലും ഷിൻഡെയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് ഒടുവിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയും BJP സംസ്ഥാന നേതൃത്വം അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തതോടെ ഷിൻഡെയുടെ ആ ഒരു ലഹളയ്ക്ക് ശമനമുണ്ടായി. പിന്നീടെല്ലാം ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ തന്നെ. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഷിൻഡെയ്ക്ക് പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ നൽകും, പക്ഷേ ഷിൻഡെ ആവശ്യപ്പെട്ട വകുപ്പുകൾ നൽകാൻ ഇടയില്ല എന്ന് തന്നെയാണ്. അനുദിനം മാറിമറിയുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇത്തരം ട്വിസ്റ്റുകളാണ് അതിനെ സജീവമാക്കുന്നത്. ഏതായാലും വളരെ ചടുലമായൊരു നീക്കത്തിലൂടെ ഡിസംബർ 5 സത്യപ്രതിജ്ഞ ഫിക്സ് ചെയ്തിരിക്കുന്നു. സത്യപ്രതിജ്ഞ വളരെ വൈകുന്നതിൽ BJPയുടെ നേതാക്കളും അണികളും അസ്വസ്ഥരാകുന്നതിനിടയിലാണ് നാടകീയമായ നീക്കങ്ങൾ. ഏതായാലും അജിത് പവാറിൻ്റെ പിന്തുണയോടുകൂടി തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ BJPക്ക് ഭരിക്കാൻ കഴിയും. അതായത് ഏകനാഥ് ഷിൻഡെയുടെ പിന്തുണ ഇല്ല എങ്കിൽ പോലും ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ ഉദ്ധവിൻ്റെ ശിവസേനയുമായി ചില ചർച്ചകളും നടക്കുന്നു. ഉദ്ധവ് വന്നില്ലെങ്കിലും ശിവസേനയിലെ ഒരു വിഭാഗം MLA മാർ BJPയിൽ ചേരാനായി ഒരുക്കം തുടങ്ങിയെന്ന് വാർത്ത കൂടി പുറത്ത് വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.